DLF ഇടപാടുകളിൽ നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ലെന്ന് ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൌൺസിൽ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് വിരമിക്കുന്ന VN രാജശേഖരൻ പിള്ള റിപ്പോർട്ടറോട് DLFന്റെ ഫയൽ കേന്ദ്രത്തിന് കൈമാറാമെന്ന് പറഞ്ഞത് താനല്ലെന്ന് രാജശേഖരൻ പിള്ള വ്യക്തമാക്കി. DLFന്റെ അപേക്ഷ കൈമാറാമെന്ന തീരുമാനമെടുത്തത് മെമ്പർ സെക്രട്ടറി KK രാമചന്ദ്രനാണെന്നും സ്ഥാനത്ത് നിലനിർത്തണമെന്ന് താൻ ആരോടും ആവശ്യപ്പെട്ടിട്ടില്ലെന്നും VN രാജശേഖരൻ പിള്ള റിപ്പോർട്ടറോട് പറഞ്ഞു. ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൌൺസിൽ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും പടിയിറങ്ങുന്ന VN രാജശേഖരപിള്ള DLFുമായി ഉയർന്ന ആരോപണങ്ങൾക്കാണ് പ്രധാനമായും മറുപടി നൽകിയത്. DLFന്റെ അപേക്ഷ അനുവദിക്കാനാവില്ലെന്ന് താൻ ഫയലിൽ എഴുതിയിട്ടുണ്ടെന്ന് രാജശേഖരൻ പിള്ള പറഞ്ഞു. എന്നാൽ എല്ലാ അനുമതിയും ലഭിച്ചുവെന്ന് ഫയലിൽ രേഖപ്പെടുത്തിയ മെമ്പർ സെക്രട്ടറി KK രാമചന്ദ്രനാണ് ഫയൽ അയക്കാമെന്ന് നിർദ്ദേശിച്ചതെന്നും രാജശേഖരൻ പിള്ള പറഞ്ഞു. വീണ്ടും പരിശോധിച്ചതിന് ശേഷമേ ഇത് കൊടുക്കാവൂ എന്നെഴുതിയതാണ്. റിപ്പോർട്ട് പോയത് മെമ്പർ തീർച്ചയായിട്ടും കോസ്റ്റൽ സോൺ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ അധികാരപ്പെടുത്തിയിട്ടുള്ള മെമ്പർ സെക്രട്ടറി ഈ തീരുമാനം കോസ്റ്റൽ സോൺ മാനേജ്മെൻറ്റ് അതോറിറ്റിയിൽ വെക്കാതെ വളരെ നേരത്തെയുള്ള ഒരു കോസ്റ്റൽ സോൺ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ ഒരു റിപ്പോർട്ട്, വളരെ പഴയ ഒരു റിപ്പോർട്ട് മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻറ്റ് ആൻഡ് ഫോറസ്റ്റിന് അയക്കുകയായിരുന്നു. തെറ്റ് ചെയ്തവർ രക്ഷപ്പെടാൻ ശ്രമിച്ചത് കാരണമാകാം താൻ കുറ്റക്കാരനായത്. DLFൽ വീഴ്ച വന്നു എന്ന് പറഞ്ഞത് തെറ്റ് ചെയ്തവർ വേറെ രീതിയിൽ ആളുകളെ സമീപിക്കുന്നുണ്ടാവും. എല്ലാ കാര്യങ്ങളും ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നതായും രാജശേഖരൻ പിള്ള പറഞ്ഞു. താൻ ആരുടെയും നോമിനിയല്ല, വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് തുടരാൻ ആഗ്രഹിച്ചിരുന്നില്ലെന്നും രാജശേഖരൻ പിള്ള കൂട്ടിച്ചേർത്തു. ഞാൻ ആരുടെയും നോമിനിയല്ല, രാഷ്ട്രീയപരമായ സമ്മർദ്ദത്തിന് ഞാൻ അറിഞ്ഞിട്ടില്ല. ശ്രീ സുധീരൻ്റെ കാര്യം ചോദിച്ചുകൊണ്ട് പറയുകയാണ്. അദ്ദേഹത്തൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. അദ്ദേഹം ഒരിക്കലും ജീവിതത്തിൽ ഒരിക്കലും അദ്ദേഹം സമ്മർദ്ദം. 3 വർഷത്തിനിടയിൽ ശാസ്ത്ര സാങ്കേതിക കൌൺസിലിനെ നേട്ടങ്ങളുടെ ഉന്നതിയിലെത്തിച്ചിട്ടാണ് പടിയിറക്കുമെന്നും രാജശേഖരൻ പിള്ള പറഞ്ഞു. ശരണ്യ സ്നേഹജൻ, റിപ്പോർട്ടർ, തിരുവനന്തപുരം.